പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ, ക്ലീനിങ് വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എൻ്റെ പണികൾ ഒതുക്കി വെച്ച ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ആ ദിവസത്തെ ബാക്കി വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ വീക്കെൻഡിലെ നമ്മൾ റിലാക്സ് ചെയ്ത് എങ്ങനെ ക്ലീൻ ചെയ്യാം, റിലാക്സ് ചെയ്തുള്ള നമ്മുടെ വീടിൻ്റെ കുറച്ച് ഏരിയയുടെ ക്ലീനിങ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങിൻ്റെ ജോലികളെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. രാവിലെ ഉപ്പുമാവായിരുന്നു, ഓട്സ് പുട്ടുണ്ടാക്കി, പിന്നെ അതുപോലെ ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പെൻഡിങ് ടാസ്കുകളുണ്ട്. അതിലൊരു മെയിൻ ടാസ്ക്കാണ് ഈ ഫാൻ കുറേ നാളായി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒരു പണിയാണല്ലോ അല്ലേ, പെട്ടെന്നൊന്നും തന്നെ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ റൂമിലെ ബെഡ്ഷീറ്റ് തൊട്ട് തലേദിവസം ചേഞ്ച് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിന് മുന്നേ ചേഞ്ച് ചെയ്ത ബെഡ്ഷീറ്റ് എടുത്ത് ഞാൻ ബെഡിൻ്റെ മേലെ നിവർത്തിയിട്ടിട്ടാണ് ക്ലീനിങ്ങിന് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ പൊടികൾ താഴോട്ട് വീഴുമല്ലോ. അപ്പോൾ ഈ പില്ലോ കവറൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക, അതൊന്നും എനിക്ക് വർക്ക് ചെയ്യില്ല കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ തുണി വെച്ചിട്ട് നല്ലപോലെ സോപ്പിൻ്റെ വെള്ളത്തിൽ വെച്ചിട്ട് അതിങ്ങനെ തുടച്ച് എടുക്കുന്നതാണ് എനിക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഫാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ഡ്രൈ തുണി വെച്ചിട്ട് ഫാനിൻ്റെ മുകളിലും താഴെയും ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാനിതൊരു ചെയറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കേട്ടോ. ബെഡിൻ്റെ മേലെ ചെയർ ഇട്ടിട്ട് ചെയറിൻ്റെ മേലെയാണ് നിന്നാണ് ഫാൻ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ 2 റൂമിലെ ഫാൻ മാത്രമാണ് കേട്ടോ അന്നത്തെ ദിവസം ക്ലീൻ ചെയ്തത്. എല്ലാം കൂടി ക്ലീൻ ചെയ്യാൻ പോയാൽ ശരിക്കും നല്ല ടയേർഡാവും. എന്തായാലും ടയേർഡ് ആവാൻ ഉദ്ദേശിച്ചുള്ളൊരു ക്ലീനിങ് അല്ല, ഞാനൊരു റിലാക്സ്ഡ് ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. ഇനിയത്തതും ഒരു പെൻഡിങ് ടാസ്ക് ആയിരുന്നു. കുറേ നാളായി നമ്മുടെ സെറ്റിയിലെ കുഷൻ കവേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ശരിക്കും ഒരുപാട് നാളെ ഇത്രയും പെൻഡിങ് വരാറില്ല. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം കുറേ നാളായി. അപ്പോൾ എന്തായാലും അത് എളുപ്പമുള്ളൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അതങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കുഷൻ കവേഴ്സൊക്കെ എല്ലാം തന്നെ എടുത്ത് ചേഞ്ച് ചെയ്യാണ്. ക്ലീനിങ് ചെയ്യാനൊക്കെ നമുക്കൊന്ന് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ നല്ല ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതൊരു വൃത്തിക്ക് വരികയില്ല. നമ്മൾ ചെയ്ത് ഒത്തിരി ടയേർഡാവും. പക്ഷെ നമ്മൾ ക്ലീനിങ് ചെയ്യാനൊക്കെ നല്ലൊരു മോട്ടിവേഷനോടുകൂടി ഇറങ്ങുകയാണെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ നല്ലൊരു എനർജി ആയിരിക്കും. അതുപോലെ ക്ലീൻ ചെയ്യാനൊരു എനർജി കിട്ടുന്നത് നമുക്ക് ഇതുപോലുള്ള ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് ക്ലീനിങ് മോട്ടിവേഷൻ അതുപോലെ എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഹിന്ദിയിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മലയാളത്തിലാണെങ്കിലും ഒരുപാട് പേര് ഇപ്പോൾ ക്ലീനിങ് മോട്ടിവേഷനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു ക്ലീനിങ് ഡേ ആണെങ്കിൽ അന്ന് രാവിലെ നല്ലൊരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉഷാറായിരിക്കും കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ക്ലീനിങ് ഡേ ആയിട്ട് എടുക്കുന്ന ദിവസം അധികം നമ്മൾ കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ നല്ലത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ആക്കി വെക്കാൻ നോക്കുക. ഇനി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് സമാധാനത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും.
അപ്പോൾ എന്തായാലും ഒരു ക്ലീനിങ് ഡേ വരുമ്പോൾ അതൊന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി അങ്ങ് ടയേർഡായി പോവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ വിൻഡോ ഗ്രില്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഇത് ഞാൻ ക്ലീൻ ചെയ്തതാണ്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിൽ പൊടി പിടിക്കും കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാനിതിന് ചെയ്യുന്നതില്ലേ, പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, വളരെ പഴയ വീട്ടിലൊക്കെ ഇട്ട് പഴയതായ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വൺ ടൈം യൂസ് പോലെ നല്ല ചെളി ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് അതങ്ങ് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുറേ പ്ലാന്റ്സ് ഇപ്പോൾ നാശമായി പോയി. കുറേ മീലി ബഗ്സ് പോലെയുള്ള ബഗ്ഗുകൾ വന്ന് ബൊഗെയിൻവില്ലയൊക്കെ ഒട്ടും കെയർ വേണ്ടാത്ത പ്ലാന്റാണെന്ന് പറയുന്നത്. പക്ഷെ അതുകൂടി കരിഞ്ഞു പോയി, എന്തൊക്കെയോ ബഗ്സ് വന്നിട്ട്. അപ്പോൾ അതൊന്നും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ നഴ്സറി പോകാനൊന്നും പിന്നെ സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ള പ്ലാന്റ്സിനെ ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റാണ് എൻ്റെ മണി പ്ലാന്റിൻ്റെ കുറച്ചധികം വെറൈറ്റീസ്, മാർബിൾ, പിന്നെ വലിയ ലീഫുള്ള മണി പ്ലാന്റ്, അങ്ങനെ 2-3 തരം മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും കെയർ കൊടുത്തില്ലെങ്കിലും ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ നിൽക്കും കേട്ടോ. ഒരു തരത്തിലുള്ള കേടോ ഒന്നും വരത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് ഈവൻ നമ്മളങ്ങനെ വാഷ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഇവർ നല്ല രീതിയിൽ തന്നെ നിൽക്കും. നമ്മളുടെ വീടിനകത്ത് നല്ലൊരു ഗ്രീനറി കിട്ടും, നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ തരാൻ ഈ മണി പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ പ്ലാന്റ്സ് ഒട്ടും തന്നെ വെക്കാത്ത ഒരാളാണെങ്കിൽ ഒരു മണി പ്ലാന്റ് എടുത്തിട്ട് ഒന്ന് ഇൻഡോറൊക്കെ വെച്ച് നോക്കുക. ഇൻഡോറോ ഔട്ട്ഡോറോ എവിടെ വെച്ചാലും മണി പ്ലാന്റ് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഒന്ന് അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് കഴുകി, ഇടയിൽ വല്ല ഡ്രൈ ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി, അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതുപോലെ അതിൻ്റെ പോട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ആ പ്ലാന്റ്സൊക്കെ നല്ല ഒന്ന് ഫ്രഷ് ആവുമല്ലോ. അപ്പോൾ ആ പരിപാടി അവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയാം കേട്ടോ. അതായത് പലർക്കും കുക്കിംഗ് വലിയ കുഴപ്പമില്ല, കുക്കിംഗ് നല്ല ഇഷ്ടത്തിൽ ചെയ്യും. അത് കഴിഞ്ഞുള്ള ക്ലീനിങ് ആണ് ഏറ്റവും ദേഷ്യം ചെയ്യാൻ വേണ്ടി ചിലർക്ക്. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, ക്ലീനിങ് തെറാപ്യൂട്ടിക് ആണെന്ന് പറയും. അതായത് ഒരു പ്ലേസ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ടെൻഷനും ഇങ്ങനെ മാറും എന്ന് പറയും. നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കങ്ങനെയാണ്. എനിക്കൊരു ഏരിയ ക്ലിയർ ചെയ്ത് ഒരു ഏരിയ നല്ല ഭംഗിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമാധാനമാണ്. പക്ഷേ ഞാൻ ടയേർഡ് ആണെങ്കിൽ എനിക്ക് ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ റിലാക്സ്ഡ് ആണെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള പരിപാടികൾക്ക് നിൽക്കാറ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടയേർഡായുള്ള സമയത്ത് നമ്മൾ ഈ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഭയങ്കര ദേഷ്യം, പിന്നെ ആ ചെയ്യുന്ന ജോലി ഒട്ടും വൃത്തിയാവില്ല. അപ്പോൾ നല്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. ഇനിയുള്ളൊരു പ്രശ്നമാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വീട് വൃത്തിയാവില്ല എന്നുള്ളത്. പലപ്പോഴും ക്ലീനിങ്ങിൻ്റെ ഒരു കുഴപ്പമല്ല അത്, നമ്മുടെ വീട്ടിൽ ഒന്നില്ലെങ്കിൽ സാധനങ്ങൾ ഒരുപാട് കൂടിയിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഡീക്ലട്ടറിങ് അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. ഡീക്ലട്ടറിങ് ചെയ്യുക, അതുപോലെ കുറച്ചും കൂടി വീട് എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേസിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതൊരു ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഞാനൊക്കെ അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത് മനസ്സിലായത്. ഇപ്പോഴും നമ്മളതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാനേ ഉള്ളൂ. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇന്ന സ്ഥലത്ത് തന്നെ നമ്മൾ സാധനങ്ങൾ വെക്കണം എന്ന് പറഞ്ഞാൽ അവർ കേൾക്കണം എന്നൊന്നുമില്ല. പക്ഷേ നമ്മളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഒതുങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അവിടെ ഇവിടെ വലിച്ചു വാരിയിടാതെ അതിൻ്റേതായിട്ടുള്ളൊരു പ്ലേസിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പറയാൻ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ. നമ്മൾ എത്ര ഒതുക്കിയിട്ടാലും നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർ നമ്മൾ ജോയിൻ ചെയ്യണില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായിരിക്കും. പക്ഷെ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യുക, പയ്യെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പതുക്കെ നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. നമ്മുടെ വീട് കുറേയും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ അങ്ങനെ കുറച്ച് ടൈഡിയപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ഒത്തിരി ഡിഫിക്കൽട്ടായി ഇരിക്കുകയുമില്ല. ഇത്രയും
പണികൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊന്ന് ടയേർഡായി. പക്ഷെ നല്ലൊരു സാറ്റിസ്ഫൈങ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഇത്രയൊക്കെ കുറച്ചൊന്ന് ഒരു ഒതുക്കം വരുമ്പോഴത്തേനും നല്ല ഒരു സന്തോഷമല്ലേ നമുക്ക് തോന്നുക. എനിക്ക് നല്ല സന്തോഷമാണ് തോന്നാറ്. ഒരു ചെടി കാടുപോലെ വലുതായിരുന്നു, അതൊന്ന് പറിച്ച് വേറൊരു പോട്ടിലോട്ട് റീപ്ലാന്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ക്ലീനിങ് മാത്രം നടന്നാൽ പോരല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ യൂഷ്വലി മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന് പറയുന്നത് ഒരു മുട്ട, മിക്കവാറും ബുൾസേ ആയിരിക്കും, ബുൾസയും ഒരു ഗ്ലാസ് പാലും. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഏകദേശം ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന ടാസ്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇത്ര നേരം ക്ലീൻ ചെയ്തതല്ലേ, നിങ്ങൾക്കും ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു ചെറിയൊരു റെസിപ്പിയും കൂടി കാണിക്കാം കേട്ടോ. ഇതൊരു ഏകദേശം 1 കിലോ താഴെയുള്ള ബോൺലെസ് ബീഫാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കാണ് ക്യൂബ്സായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട്, വെള്ളം തീരെയില്ല, നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് മിൻസ് ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ മസാലകളെല്ലാം തന്നെ ഇതിനകത്ത് തിരുപ്പി പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ബീഫ് വേവിക്കുന്ന പോലെ, വെള്ളം ഇല്ലയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, അതിൽ നിന്ന് വെള്ളം വന്നോളും. അപ്പോൾ പുറത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടോ. നല്ല കോഫിയൊക്കെ കുടിച്ച് നല്ലൊരു കട്ട്ലറ്റൊക്കെ കഴിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ബീഫ് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കറിക്കുള്ള വേവിൻ്റെ അത്രയും ആവരുത്, അത് വെന്ത് കുഴഞ്ഞു പോവും. ഒരു 10-20 മിനിറ്റ് സാധാരണ വേവിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേവിച്ചാൽ അത് കറക്റ്റ് വേവായിരിക്കും. അതിനുശേഷം നമ്മൾ അതിലുള്ള വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൾസ് ചെയ്ത് മിൻസാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ബീഫ് മിൻസ്. ഇനി പൊട്ടറ്റോ വേവിച്ചെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ നീളത്തിൽ കീറിയിട്ട് നമ്മളുടെ തൊലി കളയാതെ അതിൻ്റെ ബാക്ക് സൈഡ് താഴെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം വെക്കേണ്ട കേട്ടോ. പിന്നെ ഞാനിതൊരു 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളകും വേപ്പിലയും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം കുട്ടികൾക്ക് അത് കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ വലിയവർക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പച്ചമുളകും വേപ്പിലയും ചെറുതാക്കി അരിയുന്നതാണ് നല്ലത്. ഞാനിവിടെ ചെയ്തൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോപ്പർ എടുത്തില്ല. എൻ്റെ ഒരു മടിക്കാണ് ഞാനത് എടുക്കാതിരുന്നത്. പക്ഷേ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല 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 നൈസായിട്ട് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയുമെങ്കിലും നമുക്ക് ചില സമയത്ത് മണ്ടത്തരം പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു മണ്ടത്തരമാണ് ഇവിടെ ഞാൻ ചെയ്തത്. അതായത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു കുറവ് കട്ട്ലറ്റിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർക്കുക. മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും. എന്തായാലും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ വേഗം തന്നെ പൊളിച്ചെടുക്കാം. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതാണ് കട്ട്ലറ്റിന് ഏറ്റവും നല്ലത്. അപ്പോൾ സവാള വഴറ്റി വെച്ചതിലോട്ട് നമുക്ക് നമ്മളുടെ ബീഫ് വേവിച്ച് മിൻസ് ചെയ്ത് വെച്ചതില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മിൻസ് ചെയ്ത മാഷ് ചെയ്ത പൊട്ടറ്റോസും കൂടി ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കുക. ചൂടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് നല്ല രീതിയിൽ കുഴച്ച് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സായി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ട പിടിച്ചെടുക്കാം കേട്ടോ. ഉണ്ടയല്ല, കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ചെറിയ ചെറിയ ബോൾസ്, ചെറിയ ചെറിയ കട്ട്ലറ്റിൻ്റെ ഷേപ്സ് അല്ലേ, അതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടി കൂടി പോയിട്ടോ ഞാൻ ചെയ്തപ്പോൾ, എന്നാലും കുഴപ്പമില്ലായിരുന്നു.
പിന്നെ ഇത് മുട്ട കലക്കി അല്ല ചെയ്യുന്നത്, ഞാൻ മൈദയാണ് കലക്കി എടുക്കുന്നത്. മൈദ അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് അതിൽ ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് ആണ് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ചധികം കട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് മാറ്റി വെക്കുകയാണ്. കുറച്ച് കട്ട്ലറ്റേ ഫ്രൈ ചെയ്തോളൂ. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഫ്രീസറിലൊന്നും വെച്ചില്ല, കാരണം അടുത്ത 2 ദിവസം നമുക്കത് യൂസ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും കുറേ നാൾ കൂടി ഉണ്ടാക്കിയതിൻ്റെ പോരായ്മകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മളെപ്പോഴും ഒരു റെസിപ്പി കുറേ നാൾ നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൽ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇനി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കട്ട്ലറ്റും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ പുതിയ കുഷൻ കവേഴ്സൊക്കെ ഇടുകയാണ്. രാവിലെ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഫൈനൽ ലുക്കാണ് നമ്മളുടെ സിറ്റിംഗ് റൂമിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ക്ലീനിങ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാം. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.